Welcome to Arcade Stories. പ്രിയ പ്രണയിനി ഭാഗം 52. രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ. കിച്ചുവിന്റെ കൊഞ്ചിയുള്ള സംസാരവും അവന്റെ നിഷ്കളങ്കമായ ചിരിയും ഗൗരിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു. വൈശാഖിയും രശ്മികയും മുൻവശത്തെ ഹാളിലിരുന്ന് സംസാരത്തിൽ മുഴുകിയപ്പോ അവൾ അവനെയും എടുത്തുകൊണ്ട് വീടിന്റെ പിൻവശത്തേക്ക് ഇറങ്ങി. മുറ്റത്തെ ചെടികളെയും തുമ്പികളെയും കാണിച്ച് പതുക്കെ അവൾ പിൻവശത്തുള്ള തൊഴുത്തിനടുത്തേക്ക് നടന്നു. അവിടെ നിൽക്കുന്ന പശുക്കളെയും കിടാവിനെയും കണ്ട് കിച്ചുവിന്റെ കണ്ണുകൾ വിടർന്നു. അവൻ അവ്യക്തമായ ഭാഷയിൽ പശുക്കളെ നോക്കി എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഗൗരിയുടെ തോളിൽ കിടന്ന് തുള്ളിച്ചാടി. ആ കുഞ്ഞിന്റെ കുസൃതികൾ കണ്ട് ഗൗരിയും എല്ലാം മറന്ന് ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പിന്നിലൂടെ ഒരു കാൽപെരുമാറ്റം കേട്ടത്. തിരിഞ്ഞു നോക്കുന്നതിന് മുൻപ് തന്നെ ഒരു കൈ അവളുടെ അരയിലൂടെ ചുറ്റിയിരുന്നു. പിന്നിലൂടെ വന്ന ദേവൻ ഗൗരിയുടെ തോളിൽ കിടക്കുകയായിരുന്ന കിച്ചുവിന്റെ തുടുത്തുരുണ്ട കവിളിൽ ഒരു ഉമ്മ വെച്ചു. കുഞ്ഞതോടെ കിലികില ചിരിക്കുന്നതിനിടയിൽ ദേവന്റെ ചുണ്ടുകൾ പെട്ടെന്ന് ഗൗരിയുടെ കവിളിലും ഒന്ന് ഉരസി നീങ്ങി. ഏയ്! അവന്റെ പെട്ടെന്നുള്ള ആ പ്രവൃത്തിയിൽ ഞെട്ടിപ്പോയ ഗൗരി ഒരു നിമിഷം ശ്വാസമടക്കി നിന്നുപോയി. ആരെങ്കിലും കണ്ടോ എന്നുള്ള ഭയത്തോടെ അവൾ വെപ്രാളപ്പെട്ട് ചുറ്റിനു നോക്കി. ഭാഗ്യത്തിന് പരിസരത്ത് ആരുമില്ല. വീടിന്റെ പിൻവശം തികച്ചും ശാന്തമായിരുന്നു. ആരുമില്ലെന്ന് ഉറപ്പായതോടെ അവളുടെ മുഖത്തെ ഭയം മാറി അവിടെ കപട ദേഷ്യം നിറഞ്ഞു. അവൾ ചുണ്ടുകൂട്ടി അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. എന്തായിരുന്നു അവത്തിരുന്നപ്പോ? വല്ലാത്തൊരു നോട്ടം നോക്കുന്നുണ്ടായിരുന്നല്ലോ. അവൾ കുസൃതിയോടെ കണ്ണുകൾ ചിമ്മി ചോദിച്ചു. ദേവന്റെ മുഖത്തും ഒരു കള്ളച്ചിരി വിരിഞ്ഞു. അതോടൊപ്പം പതിവ് പോലെ ആ കണ്ണുകളും ചിരിച്ചു. അവൻ ഗൗരിയുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി അല്പം കൂടി അടുത്തേക്ക് നീങ്ങി നിന്നു. നീ ഇവനെ എടുത്തുകൊണ്ട് നിൽക്കുന്നത് കണ്ടപ്പോഴേ എന്റെ മനസ്സിൽ ഒരു മോഹം തോന്നിയതാ. അവന്റെ സ്വരം പ്രണയാർദ്രമായിരുന്നു. എന്റെ മോഹ? പെട്ടെന്നുള്ള ചോദ്യം കേട്ട് ഗൗരിയും ദേവനും ഒരുപോലെ ഞെട്ടിപ്പോയി. ഗൗരിയുടെ തോളിൽ കിടന്ന് വലിയ കണ്ണുകൾ ഉരുട്ടി കിച്ചൂട്ടനായിരുന്നു അത് ചോദിച്ചത്. അപ്രതീക്ഷിതമായ ചോദ്യം കേട്ട് ദേവനും ഗൗരിയും പകച്ചുകൊണ്ട് പരസ്പരം നോക്കി. പിന്നെ ചിരി അടക്കാൻ പാടുപെട്ടു. ഏയ് ഏയ്! തന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടാത്തത് കൊണ്ട് കിച്ചു ചെറിയ വിരലുകൾ കൊണ്ട് ദേവന്റെ താടിയിലും കവിളിലും തോണ്ടി വീണ്ടും ചോദിച്ചു. എന്റെ മോഹ ആങ്കിലേ? അവന്റെ ആ നിഷ്കളങ്കമായ ചോദ്യവും മുഖഭാവവും കണ്ട് ദേവന് ചിരി വന്നു. അവൻ കിച്ചൂട്ടന്റെ കവിളിലൊന്ന് കിള്ളിക്കൊണ്ട് കൊഞ്ചലോടെ പറഞ്ഞു. ഒന്നുമില്ലടാ ചേക്ക, നിന്നെ പോലെ ഒരു കിച്ചുവിനെ എനിക്കും വേണമെന്നൊരു മോഹം. അത് തരുമോ എന്ന് നിന്റെ ആന്റിയോടൊന്ന് ചോദിച്ചതാ. അത് കേട്ടതും ഗൗരിയുടെ മുഖം ചുവന്നു തൊടുത്തു. അവൾ ദേവനെ കണ്ണുരുട്ടി പേടിപ്പിക്കാൻ നോക്കിയെങ്കിലും കിച്ചൂട്ടൻ പെട്ടെന്ന് ഗൗരിയുടെ നേരെ തിരിഞ്ഞു. ആന്റിക്ക് കൊറ്റാലെന്താ? അങ്കിളിനെ കൊതിയായിട്ടല്ലേ? വളരെ കാര്യഗൗരവത്തോടെയുള്ള കിച്ചുവിന്റെ ആ ചോദ്യം കേട്ട് ദേവൻ പൊട്ടിച്ചിരിച്ചുപോയി. ദേവി കളിയായി പല്ലും ഞെരിച്ചുകൊണ്ട് ചിരി അടക്കി. ആ, അങ്ങനെ ചോദിച്ചു മനസ്സിലാക്കി കൊടുക്കും മോനെ. ദേവൻ കിച്ചുവിനെ പ്രോത്സാഹിപ്പിച്ചു. ആ പറച്ചിൽ കേട്ട് ഗൗരി അവന്റെ കയ്യിൽ ഒന്ന് നുള്ളി. എന്തൊക്കെയാ കൊച്ചിനോട് ചോദിക്കുന്നേ? എന്നിട്ടവൾ ബാക്കി കൂടി കൂട്ടിച്ചേർത്തു. എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടൊന്നും അല്ല ചെക്ക. ആദ്യം പൊന്നുമോൻ അമ്മയെ പറഞ്ഞൊന്ന് സമ്മതിപ്പിക്ക്, എന്നിട്ട് എത്ര എണ്ണം വേണമെന്ന് പറഞ്ഞാ മതി. അവളുടെ ആ ഡയലോഗ് കേട്ട് ദേവൻ അത്ഭുതത്തോടെ അവളെ മിഴിച്ചു നോക്കിയപ്പോ അവൾ ഒന്ന് കണ്ണിറുക്കി. ആന്നേ, ഞാൻ റെഡിയാ. ദേവന് ചിരി പൊട്ടി. അവൻ പെട്ടെന്ന് തിരിഞ്ഞും മറിഞ്ഞും പരിസരം ഒന്നുകൂടി നിരീക്ഷിച്ച് ആരുമില്ലെന്ന് ഉറപ്പായതോടെ അവളുടെ അടുത്തേക്ക് അല്പം കൂടി ചേർന്നു. അവന്റെ കണ്ണുകളിൽ ഒരു വല്ലാത്ത തിളക്കവും വന്നു. അവന്റെ ഉദ്ദേശം എന്താണെന്ന് കൃത്യമായി മനസ്സിലായ ഗൗരി കിച്ചുവിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഒരടി പിന്നോട്ടു മാറി. വേണ്ട വേണ്ട ദേവേട്ട, അവൾ ചിരിയോടെ അവനെ വിലക്കി. ഇത് സ്ഥലം വേറെയാ, ആരെങ്കിലും വന്നാലുണ്ടല്ലോ. അടുത്തേക്ക് വരാൻ ശ്രമിച്ച അവന്റെ നെഞ്ചിലേക്ക് തന്റെ കൈകൾ വെച്ച് അവൾ പതുക്കെ തള്ളി മാറ്റി. അവളുടെ കവിളുകളിലെ ചുവപ്പും ചുണ്ടിലെ നാണം കലർന്ന ചിരിയും ദേവനെ കൂടുതൽ വിവശനാക്കുന്നുണ്ടായിരുന്നു. കിച്ചുവിന്റെ ശ്രദ്ധ വീണ്ടും തൊഴുത്തിൽ നിൽക്കുന്ന പശുക്കളിലേക്കും തുള്ളിച്ചാടുന്ന കിടാവിലേക്കും തിരിഞ്ഞു. അവനിലെ കുസൃതി കുറുമ്പൻ വീണ്ടും മൃഗങ്ങളോട് എന്തൊക്കെയോ കൊഞ്ചി പറയാൻ തുടങ്ങിയതോടെ ഗൗരിയുടെ നോട്ടം പതുക്കെ വീണ്ടും ദേവന് നേർക്കായി. അവളുടെ കണ്ണുകളിൽ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമുണ്ടായിരുന്നു. വിശ്വേട്ടൻ രശ്മികയെ വിവാഹം കഴിക്കോ ദേവേട്ട? അവളുടെ സ്വരത്തിൽ ആകാംക്ഷയും ഒരല്പം ആശങ്കയും നിറഞ്ഞു നിന്നിരുന്നു. ദേവൻ ആദ്യമൊന്ന് കൈമലർത്തി കാട്ടി.
എന്നിട്ട് പറഞ്ഞു, പൊതുജനങ്ങളെ സേവിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നവർ വിവാഹം കഴിച്ചാലേ പിന്നെ അവർക്ക് ജനങ്ങളെ സേവിക്കാൻ സമയം കാണില്ലെന്നും പറഞ്ഞ് നടന്നിരുന്നവനാ അവന് അങ്ങനെ ഒരു ചിന്തയും ഉണ്ടായിരുന്നില്ല കിച്ചു. പക്ഷെ ഇപ്പോൾ കേരളത്തിലെ മൊത്തം ആളുകളും കേട്ടു നിൽക്കെ ശാരദാമ്മ അങ്ങനെ പ്രഖ്യാപിച്ചതുകൊണ്ട് ചിലപ്പോ അവനത് സമ്മതിക്കാൻ സാധ്യതയുണ്ട്. വേറൊന്നും കൊണ്ടല്ല, അത് ചെയ്തില്ലെങ്കിൽ വാക്ക് പാലിക്കാത്തതുപോലെ ആകില്ലേ. ഗൗരി ആശ്വാസത്തോടെ മൂളി. അതൊന്നും നടന്നാ മതിയായിരുന്നു അല്ലേ ദേവേട്ട? നല്ല കൊച്ച ആ രശ്മിക, അവൾക്കും ആ ജീവിതം ഒരു തുണയായേനെ. തന്റെ അമ്മയുടെ പേര് കേട്ടതും അതുവരെ പശുവിനെ നോക്കിക്കൊണ്ടിരുന്ന കിച്ചുവിന്റെ ശ്രദ്ധ അവരുടെ സംസാരത്തിലേക്കായി. ഗൗരിയുടെ തോളിൽ കിടന്ന് അവൻ അവളുടെ കവിളിൽ പതുക്കെ ഒന്ന് തോണ്ടി. എന്റെ അമ്മേനെ പറ്റി പഞ്ഞേ? അവൻ കൊഞ്ചലോടെ ചോദിച്ചു. കുഞ്ഞിന്റെ ആ പെട്ടെന്നുള്ള ചോദ്യത്തിൽ എന്തു പറയണമെന്നറിയാതെ ഗൗരി ഒരല്പം വേവലാതിയോടെ ദേവനെ നോക്കി. ദേവൻ പെട്ടെന്ന് വിഷയം മാറ്റാനായി കിച്ചുവിനോട് മറ്റൊരു ചോദ്യം ചോദിച്ചു. അതെ, കിച്ചുവിന് പുതിയൊരു അച്ഛനെ വേണ്ടേ? വേണ്ട. ഒട്ടും ആലോചിക്കാതെ അറുക്കു മുറിച്ചതുപോലെയായിരുന്നു അവന്റെ മറുപടി. അവന്റെ മുഖത്തെ ചിരി പെട്ടെന്ന് മാഞ്ഞു. ആ കണ്ണുകളിൽ ഭയം നിറഞ്ഞു. അച്ഛ ചീത്തയാ, കിച്ചുനെ തല്ലും. കൊഞ്ചിയുള്ള ആ പറച്ചിലിൽ പോലും ഉണ്ടായിരുന്ന വലിയൊരു ഭയം ദേവന്റെയും ഗൗരിയുടെയും നെഞ്ചിൽ ഒരു വിങ്ങലായി മാറി. ആ പിഞ്ചു മനസ്സിൽ സജീവനെന്ന ക്രൂരനായ അച്ഛൻ ഉണ്ടാക്കി വെച്ച മുറിവുകൾ അത്രത്തോളം ആഴമുള്ളതായിരുന്നു. ആ ഭയം നിറഞ്ഞ കണ്ണുകൾ അവരെ രണ്ടുപേരെയും വല്ലാതെ വേദനിപ്പിച്ചു. ദേവൻ വല്ലാത്തൊരു വാത്സല്യത്തോടെ അവന്റെ കുഞ്ഞിക്കവളിൽ തലോടി. നമുക്കേ കിച്ചുവിനെ തല്ലാത്ത ഒരുപാട് മിഠായിയും ടോയ്സും ഒക്കെ വാങ്ങിത്തരുന്ന നല്ലൊരച്ഛനെ വാങ്ങാം കേട്ടോ. അത് കേട്ടതും അവന്റെ മുഖത്ത് വീണ്ടും പഴയ സന്തോഷം വിരിഞ്ഞു. കൊരേ മിഠായി വാങ്ങിത്തരോ? കൈകൊണ്ട് ആക്ഷനും കൂടി കാണിച്ചുകൊണ്ടാണ് ചോദ്യം. തരും. ദേവൻ ചിരിച്ചുകൊണ്ട് ഉറപ്പ് നൽകി. ടോയ്സ്? ടോയ്സും വാങ്ങിത്തരും കേട്ടോ. ഗൗരിയും അവനോടൊപ്പം ചേർന്നു. ആ, അവൻ അതിയായ സന്തോഷത്തോടെ തലകുലുക്കി. പിന്നെ എന്തോ ഓർത്തതുപോലെ പറഞ്ഞു, കിച്ചുനെ ബസ് മതി. ഓക്കെ, നമുക്ക് പുതിയ അച്ഛനോട് പറഞ്ഞ് കിച്ചുന് വലിയൊരു ബസ് വാങ്ങാൻ പറയാം കേട്ടോ. അതോടെ അവന് വല്ലാത്ത ആവേശമായി. എപ്പോ കിറ്റും? അവന്റെ കണ്ണുകൾ വിടർന്നു. ടോയ്സോ? ദേവൻ ചോദിച്ചു. കിച്ചു തല വിലങ്ങനെയാട്ടി. പുതിയ അച്ഛ. ഈശ്വര, പണിയായല്ലോ. കിച്ചുവിന്റെ നിഷ്കളങ്കമായ ചോദ്യത്തിന് മുന്നിൽ ഉത്തരമുട്ടിയ ദേവൻ തല ചൊറിഞ്ഞുകൊണ്ട് ഗൗരിയെ നോക്കി. ഗൗരിക്ക് ചിരി അടക്കാനായില്ല. അവൾ കുസൃതിയോടെ കിച്ചുവിനെ ഒന്നുകൂടി പിരികയറ്റി. ആ, ഈ അങ്കിള് ഇന്ന് തന്നെ വാങ്ങിത്തരും കേട്ടോ പുതിയ അച്ഛനെ. അതോടെ കിച്ചുവിന് സന്തോഷം ഇരട്ടിയായി. അവൻ ദേവന് നേരെ രണ്ട് കുഞ്ഞിക്കൈകളും നീട്ടി. വാ. തന്നെ വെട്ടിലാക്കിയ ഗൗരിയെ നോക്കി, ഇതിനുള്ള പണി നിനക്ക് ഞാൻ തരാട്ടോ എന്ന അർത്ഥത്തിൽ കണ്ണുരുട്ടി പേടിപ്പിച്ചും കൊണ്ട് ദേവൻ വാത്സല്യത്തോടെ കിച്ചുവിനെ തന്റെ കൈകളിലേക്ക് വാങ്ങി. കൃത്യം ആ സമയത്താണ് അവരെ രണ്ടുപേരെയും അന്വേഷിച്ചിട്ട് എന്നതുപോലെ വിശ്വൻ അങ്ങോട്ടേക്ക് നടന്നു വരുന്നത് അവർ കണ്ടത്. എന്തോ ഒരു പ്രധാന കാര്യം പറയാനുള്ളതുപോലെ വിശ്വന്റെ മുഖത്ത് വല്ലാത്തൊരു ഗൗരവവും ഉണ്ടായിരുന്നു. തേടിയ വള്ളി കാലിൽ ചുറ്റിയതുപോലെ ദേവൻ വിശ്വനെ ചൂണ്ടിക്കാട്ടി. ദോ, ആ വരുന്നത് കണ്ടോ? അതാ കിച്ചുട്ടന്റെ പുതിയ അച്ഛൻ. വിശ്വനെ കണ്ടതും കിച്ചുവിന്റെ മുഖം പെട്ടെന്ന് ചുളിഞ്ഞു. അവന്റെ കുഞ്ഞിക്കണ്ണുകളിൽ ആശയക്കുഴപ്പം നിറഞ്ഞു. അവൻ ദേവനെയും വിശ്വനെയും മാറി മാറി നോക്കി. ഇത് അങ്കിളല്ലേ അന്ന് കിച്ചുവിന് മിഠായി വാങ്ങി തന്നല്ലോ? അവൻ സംശയത്തോടെ ചോദിച്ചു. അവന് വിശ്വന്റെ മുഖം നന്നായി ഓർമ്മയുണ്ടായിരുന്നു. ദേവൻ ഒരു കള്ളച്ചിരിയോടെ അവനെ തിരുത്തി. അയ്യേ, അത് അങ്കിളല്ല കിച്ചുട്ട, അതാണ് നമ്മൾ വാങ്ങിയ പുതിയ അച്ഛൻ. അത് കേട്ടിട്ടും എന്തോ ഒരു സംശയം ബാക്കിയുള്ളതുപോലെ അവൻ ദേവന്റെ തോളത്തിരുന്ന് ഗൗരവത്തോടെ നടന്നു വരുന്ന വിശ്വനെ സൂക്ഷിച്ചൊന്ന് നോക്കി. പുതിയ അച്ഛന്റെ ക്വാളിറ്റി പരിശോധിക്കുന്നത് പോലെയായിരുന്നു അവന്റെ ആ നോട്ടം. എന്നിട്ട് അവൻ ഇരു കൈകൾ കൊണ്ടും ദേവന്റെ കഴുത്തിൽ വട്ടം ചുറ്റിപ്പിടിച്ച് ചെവിയിലായി സ്വകാര്യം പോലെ ചോദിച്ചു, ഇപ്പം കൊണ്ടുപോവാൻ പറ്റുമോ? ദേവനും ഗൗരിയും ആ ചോദ്യം കേട്ട് ചിരിയടക്കാൻ പാടുപെട്ടു. ഗൗരി ചിരി സഹിക്കാൻ വയ്യാതെ വാ പൊത്തിപ്പിടിച്ചു. എങ്ങോട്ട്? ദേവൻ ഒട്ടും ഭാവഭേദമില്ലാതെ തിരിച്ചു ചോദിച്ചു. കിച്ചുന്റെ വീട്ടിലേക്ക്. അവൻ വളരെ ആവേശത്തിലാണ്. വിശ്വനെ നോക്കിക്കൊണ്ടായിരുന്നു ആ പറച്ചിൽ. അവൻ തനിക്ക് കിട്ടിയ സമ്മാനത്തെ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള തിടുക്കത്തിലായിരുന്നു. നമുക്കതേ അകത്തുള്ള അമ്മാമ്മേനോട് ഒന്ന് ചോദിച്ചു നോക്കാവേ. ദേവൻ കിച്ചുവിനെ സമാധാനിപ്പിച്ചു. ആ, പുതിയൊരു അച്ഛനെ ചുളിവിന് ഒത്തുകിട്ടിയ സന്തോഷത്തോടെ അവൻ ദേവന്റെ തോളത്തിരുന്ന് വേഗത്തിൽ തലകുലുക്കി. തന്റെ ആഗ്രഹം സഫലമായതിന്റെ ആഹ്ലാദം ആ കൊച്ചുമുഖത്ത് നിറഞ്ഞു നിന്നു.
തന്റെ കച്ചവടം അവിടെ ഉറപ്പിച്ച കാര്യമറിയാതെ തികച്ചും ഗൗരവത്തോടെയാണ് വിശ്വൻ ദേവന്റെ നേരെ നടന്നെടുത്തത്. ആ ഗൗരവം കണ്ട് ഗൗരിയുടെയും ദേവന്റെയും ഉള്ളിൽ വീണ്ടും ചിരി പൊട്ടി. പുതിയ പ്രതീക്ഷകളുമായി കുഞ്ഞു കിച്ചൂട്ടൻ തന്റെ അച്ഛനെ സൂക്ഷിച്ചു നോക്കുകയായിരുന്നു അപ്പോൾ. തുടരും. പ്രിയ പ്രണയിനി അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തേക്കണേ. താങ്ക് യു. See you soon.